ഹലോ നമസ്കാരം. ആനപ്പം മാളിയേക്കല്ലാണ്. അപ്പം ഞങ്ങൾ നിൽക്കണ എവിടെ വെച്ചാൽ മലപ്പുറം ജില്ലയിലെ തുവ്വൂരിൽ നിന്ന് 1 കിലോമീറ്റർ മാറിക്കഴിഞ്ഞാൽ മാധവത്ത് കോട്ടക്കുന്ന് പറയുന്ന സ്ഥലത്താണ് ഞാൻ നിൽക്കുന്നത്. അപ്പം നിങ്ങളോട് പറയും വീട് കൊടുക്കാനാണ്. ഇത് 13 സെൻറ്റ് സ്ഥലമുണ്ട്. 13 കേട്ടോ ഈ വീടും കൊടുക്കുന്നത്. 3 ബെഡ്റൂം, ഹാള്, കിച്ചന്, അറ്റാച്ച്ഡ് ബാത്റൂം, കോമൺ ബാത്റൂം. സൂപ്പർ വീട് പറഞ്ഞാൽ സൂപ്പർ വീടാണ്. 100% പറമ്പാണ്. ഒരിക്കലും പറ്റാത്ത കിണർ. ഇതാണ് വീട്. ഈ വീടിൻ്റെ ഫുൾ വീഡിയോ ഒന്ന് കണ്ടോക്കെ എന്നിട്ട് നിങ്ങൾ പറയും. അപ്പോൾ തുവ്വൂർ പഞ്ചായത്തിൽ വീട് കിട്ടാണ്ടോ വെച്ചാൽ ഒരുപാട് ആളുകൾ വിളിച്ചിന്. ഓരോട് പറയാമല്ലോ എന്താ വെച്ചാൽ 13 സെൻറ്റിൽ ഇതാ ഒരു വീട് വന്നിക്കണ്. വന്നോളി കൊണ്ടുപോയിക്കോളി, അല്ലാതെ ഒന്നും പറയാമല്ല. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ വീടിൻ്റെ കിണറാണ് കണ്ടിട്ട്. നെറ്റും കാര്യങ്ങളും കഴിച്ചെടുക്കുന്നതുകൊണ്ട് ഞാൻ ആ വീഡിയോ, പിന്നെ കിണറിൻ്റെ ഉൾഭാഗം എനിക്ക് ഫുള്ളായിട്ട് ഞാൻ എടുക്കാൻ കഴിഞ്ഞിട്ടില്ല. ഒരിക്കലും വെള്ളം പറ്റില്ല കേട്ടോ. ആ കാര്യത്തിൽ നിങ്ങൾ പേടിച്ചേ വേണ്ട. പിന്നെ നമ്മളിഞ്ഞ് വീടിൻ്റെ സിറ്റ് ഔട്ടിലേക്കാണ് പോണത്. അപ്പോൾ ഇതിൻ്റെ മുൻഭാഗം കാര്യങ്ങളൊക്കെ ഷീറ്റിട്ടുണ്ട്. അപ്പോൾ നമ്മൾ നേരെ കയറി ചെല്ലുന്നത് സിറ്റ് ഔട്ടിലേക്കാണ്. സിറ്റ് ഔട്ട് ഒന്ന് കണ്ടു നോക്കി നിങ്ങൾ. അപ്പോൾ നമ്മൾ നിൽക്കുന്നത് സിറ്റ് ഔട്ടിലാണ് കേട്ടോ. സിറ്റ് ഔട്ട് കണ്ടോളി ഫുള്ളായിട്ട്. ഇനി കണ്ടില്ല അറിയത്. സിറ്റ് ഔട്ടിൻ്റെ മുകൾ ഭാഗം. സിറ്റ് ഔട്ടിലിട്ട് ഫ്ലോർ ഒന്ന് കണ്ടോളൂ കേട്ടോ. സിറ്റ് ഔട്ട് നല്ല വലിപ്പമുണ്ട് കേട്ടോ. നല്ല വലിപ്പമുള്ള സിറ്റ് ഔട്ടാണ്. ചെറിയ സിറ്റ് ഔട്ടൊന്നുമല്ല. സിറ്റ് ഔട്ട് നേരെ നമ്മൾ ഡൈനിങ് ഹാളിലേക്ക് പ്രവേശിക്കുകയാണ്. വരി. അപ്പോൾ ഇതാണ് ഡൈനിങ് ഹാള്. ഇവിടെ മാത്രമൊന്നുമല്ല കേട്ടോ, നല്ല വലിപ്പമല്ല ഡൈനിങ് ഹാളാണ്. ഇനി ഇവിടെ നിന്ന് കണ്ടോളി. ഇതിലങ്ങ് പരന്ന് കിടക്കണം. ഡൈനിങ് ഹാള് നല്ല വലിപ്പമുള്ള ഡൈനിങ് ഹാൾ കേട്ടോ. കണ്ടോളി നിങ്ങൾ. ഡൈനിങ് ഹാളിൽ എന്തൊക്കെ ഇല്ലേ നമുക്കൊന്ന് കാണാം. ഇവിടെ ചെറിയൊരു ഡൈനിങ് ടേബിള്, അതുപോലെ തന്നെ ഇവിടെ ഒരു ഷോക്കേസും കാര്യങ്ങളും കേട്ടോ. ഹാള് ഇതിലങ്ങനെ പരന്ന് കിടക്കാം കേട്ടോ. ഇതിലൊക്കെ ഹാൾ തന്നെയാണ്. ഇവിടെയാണ് കേട്ടോ ഒരു കോമൺ ബാത്റൂം ഉണ്ട്. മുകളിലേക്ക് പോകുന്ന സ്റ്റെയറിൻ്റെ നേരെ താഴെ കേട്ടോ. വീഡിയോ ലെങ്ത്ത് കൂടുന്ന കാരണത്താലേ ബാത്റൂമിൻ്റെ ഉള്ളും കാര്യങ്ങളൊന്നും വല്ല ഞാൻ കാണിച്ചു തരുന്നില്ല. കോമൺ ബാത്റൂമിൽ യൂറോപ്യൻ ക്ലോസറ്റ് കേട്ടോ. അപ്പോൾ നമ്മൾ ഡൈനിങ് ഹാളിൽ നിന്ന് 1ാമത്തെ ബെഡ്റൂമിലേക്ക് പോവുകയാണ്. 1ാമത്തെ ബെഡ്റൂം നല്ല വലിപ്പമുള്ള ബെഡ്റൂമാണ് കേട്ടോ. ഒരു കട്ടിലിട്ടിട്ട് അത്യാവശ്യം നല്ല സ്പേസും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ഇനി ഇതിലൊരു അറ്റാച്ച്ഡ് ബാത്റൂം ഉണ്ട് കേട്ടോ. അതൊന്ന് കണ്ടോളി. ഇതെങ്ങനെ വെച്ചാൽ 2 ബെഡ്റൂമിനും ഒരേ ബാത്റൂമാണ് വരുന്നത്. അതിൻ്റെ തൊട്ടപ്പുറത്തൊരു ബെഡ്റൂം ഉണ്ട് കേട്ടോ. അതിലേക്ക് നമുക്ക് പോകാം. അപ്പോൾ കണ്ടോളി ഈ ബെഡ്റൂമിൻ്റെ വലിപ്പം കണ്ടോളി. അപ്പോൾ നമ്മൾ 1ാമത്തെ ബെഡ്റൂമിൽ നിന്ന് ഇറങ്ങുകയാണ്. 2ാമത്തെ ബെഡ്റൂമിലേക്ക് പോവാണ്. നമ്മൾ നേരെ ഹാളിലേക്ക് വരികയാണ്. ഹാളിൽ നിന്നാണ് നമ്മൾ പിന്നെ 2ാമത്തെ ബെഡ്റൂമിലേക്ക് പോണ്. വരി. 2ാമത്തെ ബെഡ്റൂമിൽ തന്നെ
മറ്റേ ബെഡ്റൂമിന് അതേ സെയിം നല്ല വലിപ്പമുള്ള ബെഡ്റൂം തന്നെയാണ്. പിന്നെ ഇതിൻ്റെ ഫ്ലോറിൻ്റെ പണി എടുക്കാനുണ്ട് കേട്ടോ. കാവിൻ്റെ മേലെ ഒരു ഷീറ്റ് ഇട്ടേക്കാണ്. ഈ ബെഡ്റൂമിൻ്റെ മാത്രം കേട്ടോ. കാവിൻ്റെ മേലെ ഒരു ഷീറ്റ് ഇട്ടേക്കാണ്. അത് ടൈലല്ല കേട്ടോ. പിന്നെ നല്ല വലിപ്പമുള്ള ബെഡ്റൂമാണ്. വീടും കാര്യങ്ങളൊക്കെ അത്യാവശ്യം വൃത്തിയും കാര്യങ്ങളൊക്കെ ഉള്ള വീടാണ്. കണ്ടങ്ങൾ രണ്ടാമത്തെ ബെഡ്റൂം. പിന്നെ ഇതിലും തന്നെ അറ്റാച്ച്ഡ് ബാത്റൂം ഉണ്ട് കേട്ടോ. ഇതാണ് അറ്റാച്ച്ഡ് യൂറോപ്യൻ ക്ലോസറ്റാണ്. മറ്റേ ബെഡ്റൂമിനും ഈ ബെഡ്റൂമിനും സെയിം ബാത്റൂമാണ് വരുന്നത്. കണ്ടങ്ങൾ ബെഡ്റൂമിൻ്റെ വലിപ്പം കണ്ടങ്ങൾ. അപ്പോൾ നമ്മൾ ഇവിടുന്ന് രണ്ടാമത്തെ ബെഡ്റൂമിൽ നിന്ന് മൂന്നാമത്തെ ബെഡ്റൂമിലേക്ക് പോകാം കേട്ടോ. വരും അത് നമ്മൾ നേരെ ഹാളിൽ ചെല്ലുന്നു. ഹാളിൽ നിന്നാണ് കേട്ടോ ഈ ബെഡ്റൂമിലേക്ക് പോകണത്. അപ്പോൾ നമ്മൾ നിൽക്കുന്നത് മൂന്നാമത്തെ ബെഡ്റൂമിലാട്ടോ. അങ്ങനെ മൂന്നാമത്തെ ബെഡ്റൂം 2 കട്ടിൽ ഒരുമിച്ചിട്ടാണ്. ഇതും തന്നെ അത്യാവശ്യം വലിപ്പം കാര്യങ്ങളൊക്കെ ഉള്ള ബെഡ്റൂമാണ് കേട്ടോ. അപ്പോൾ നമ്മൾ മൂന്നാമത്തെ ബെഡ്റൂമിൽ നിന്ന് നേരെ കിച്ചണിലേക്ക് പോവുകയാണ്. അപ്പോൾ നേരെ നമ്മൾ ഹാളിൽ ചെല്ലുന്നു. ഹാളിൽ നിന്ന് നമ്മൾ നേരെ കിച്ചണിലേക്ക് പോകാട്ടോ. വരി. ഇതാണ് കിച്ചണ്. കിച്ചൺ അത്യാവശ്യം ഒരു ഒതുങ്ങിയൊരു കിച്ചൺ. ഇവിടെ ഒരു ഭക്ഷണം കാര്യങ്ങളൊന്നും ഉണ്ടാക്കണില്ല കേട്ടോ. ഇവിടെ മഞ്ഞപ്പൊടി മുളകും പൊടി ഇങ്ങനെ കാര്യങ്ങളൊക്കെ വെക്കണുള്ളൂ. അതുപോലെ തന്നെ എന്താ പറയുക, ഇത് ടൈലാണ് കേട്ടോ. ടൈലാണ്, കിച്ചൺ ടൈലാണ്. 1-2 ബെഡ്റൂം മാത്രമേ നമുക്ക് ടൈല് ഇടാത്തതുള്ളൂ കേട്ടോ. അപ്പോൾ അതിൽ കാവ്യാണ്. നിങ്ങൾക്ക് ടൈലുണ്ടെങ്കിൽ ഇടാം. കണ്ടുകൾ ഇതാണ് കിച്ചൺ. ഇത് കിച്ചൻ്റെ മുകൾ ഭാഗം ഇങ്ങനെയൊക്കെയാണ്. ഇതിൽ ഭക്ഷണം ഉണ്ടാക്കണമൊന്നുമില്ല കേട്ടോ. ഇതിന് തൊട്ട് ചാരിയിട്ടാണ് നമ്മൾ വർക്ക് ഏരിയ കിടക്കുന്നത്. വർക്ക് ഏരിയ ഒന്ന് കണ്ടോളി. വർക്ക് ഏരിയ നല്ല വലിപ്പമുള്ള വർക്ക് ഏരിയയാണ്. നല്ല നീട്ടം, അതുപോലെ തന്നെ അത്യാവശ്യം വീതിയും കാര്യങ്ങളൊക്കെ ഉള്ളൊരു വർക്ക് ഏരിയ ആണ് കേട്ടോ. കണ്ടോളി. കേട്ടോ അടുപ്പും കാര്യങ്ങളൊക്കെ ഇവിടെ കണ്ടങ്ങൾ. ഫ്ലോറൊക്കെ ടൈലാണ് കേട്ടോ. ഇതൊക്കെ നല്ല ടൈലൊക്കെ ഇട്ട് നല്ല മൊഞ്ചാക്കി വെച്ചിട്ടുണ്ടോ. അപ്പോൾ ഈ 13 സെൻറ്റ് സ്ഥലത്തിനും ഈ വീടിനും ഒരു പറയണത് എന്താ വെച്ചാൽ 35 ലക്ഷം രൂപയാണ് ചോദ്യം. കുറയും. ഒരിക്കലും പറ്റാത്ത കിണർ കാര്യങ്ങൾ പുറത്ത് തന്നെ. അതുപോലെ തന്നെ കുളിമുറി, ബാത്റൂം, വിറക് വെക്കാനുള്ള പുര, ഇതൊക്കെ അവിടെ ഉണ്ട് കേട്ടോ. കണ്ടോളി. അതൊക്കെ ഒന്ന് കാണിച്ചാൽ അതൊക്കെ ഒന്ന് കണ്ടോളി. പിന്നെ അത്യാവശ്യം അരക്കാനുള്ള തെങ്ങും പിന്നെ എന്താ പറയുക വായ, ഇതൊക്കെ ഇതിൽ തന്നെ ഉണ്ട്. നമ്മൾ ഈ 13 സെൻറ്റിൽ കണ്ടങ്ങൾ. നല്ല വലിപ്പമുള്ള വീടാണ്. ഇവിടെ ഒരു വിറക് വെക്കാൻ, അതുപോലെ തന്നെ ഒരു ഇതുണ്ട് വിറകൊക്കെ വെക്കണ ഒരു പുര കണ്ടോളി. വിറകും പുര, ഇതൊക്കെ ഷീറ്റൊക്കെ ഇട്ട് കണ്ടങ്ങൾ. അതുപോലെ തന്നെ ഇവിടെ ഒരു കുളിമുറിയും ബാത്റൂമും പുറത്തുണ്ട്. പിന്നെ അലക്കണ കല്ല്, ഒരു തെങ്ങോ, അതുപോലെ തന്നെ പിന്നെ വാഴ കൃഷി കാര്യങ്ങളൊക്കെ കണ്ടങ്ങൾ. നല്ല രസമുള്ള സ്ഥലമാണ്. ആർക്കും ഇത് ഇഷ്ടപ്പെടും. തിരുമ്പാക്കല്ല്, അതുപോലെ തന്നെ ഇതാണ് പുറത്തുള്ള കുളിമുറി ബാത്റൂമൊക്കെ കേട്ടോ. അപ്പോൾ വിളിക്കേണ്ട നമ്പർ ഇതാണ് 97 47 37 30 43. വിളിച്ചിട്ട് കിട്ടണമെങ്കിൽ ഇതിൽ വാട്സപ്പ് ഉണ്ട്, അതിൽ ബന്ധപ്പെട്ടോളി. ഓക്കെ.